അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബിജെപി. വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയും ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുമാകും. മുൻ IPS ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയെ മേയറാക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം മറികടന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി രാജേഷ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിൽ, ഈ നഗരസഭയിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ്. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, BJP തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിർത്തിയത് തന്നെ ആർ ശ്രീലേഖയായിരുന്നു. പിന്നെ ഈ മേയർ സ്ഥാനത്തേക്കുള്ള പരിഗണനയിൽ നമ്മൾ കണ്ടതാണ് വി രാജേഷിന്റെയും ശ്രീലേഖയുടെയും പേര് തന്നെയാണ് ഉണ്ടായിരുന്നതും. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പോലും ആർ ശ്രീലേഖയില്ല. എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ? വി രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേര് BJP നേതൃത്വം ആദ്യം മുതൽ തന്നെ പരിഗണിക്കുമ്പോഴും ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വം താല്പര്യം കാട്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇടപെടൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പോലും ഈ വൈകുന്നേരത്തോട് പോലും ഒരു പ്രഖ്യാപനം നടത്താൻ BJPക്ക് കഴിയാതിരുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ വി രാജേഷിന്റെ പേരിലേക്ക് എത്താൻ പ്രധാനമായ കാരണമായി വന്നത് അത് വി മുരളീധരൻ പക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ്. മേയറായി ആർ ശ്രീലേഖയെ കൊണ്ടുവന്നാൽ പാരമ്പര്യമോ അനുഭവ സമ്പത്തോ ഇല്ലാത്ത ഒരാൾ കോർപ്പറേഷനിൽ മേയറായാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും എന്ന ഒരു അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾ വി മുരളീധരൻ പക്ഷത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ അറിയിച്ചിരുന്നത്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ കൗൺസിലർമാരുമായി നടത്തിയ ആശയവിനിമയത്തിലും വി രാജേഷിന്റെ പേരിനായിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. അതിനിടയിലും ആർ ശ്രീലേഖയുടെ പേരിലേക്ക് തന്നെ എത്തുകയായിരുന്നു സംസ്ഥാന നേതൃത്വം. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൽ വി മുരളീധരൻ തന്നെ നേരിട്ട് ഇടപെട്ടാണ് വി രാജേഷിന്റെ പേരിലേക്ക് നിലവിൽ കോർപ്പറേഷൻ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന സാഹചര്യം എന്തായാലും ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ നേതാക്കളുമായി ആശയവിനിമയം നടത്താതെ സംഘടനയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ളവരെ ഒഴിവാക്കിയൊക്കെ തീരുമാനം എടുക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമാണ്. അതിനിടയിലാണ് കേന്ദ്ര നേതൃത്വം തന്നെ കേരളത്തിലേക്ക് അയച്ച രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം മറികടന്ന് വി മുരളീധരൻ പക്ഷം തന്നെ ആ അഭിപ്രായത്തിനൊരു തിരിച്ചടി നൽകുന്നത് എന്നുള്ളതാണ് വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആവാനുള്ള സ്ഥാനം ഏറ്റെടുക്കണം എന്ന ആവശ്യം നിരസിക്കുകയും ചെയ്തു. അമൃത. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.